മലപ്പുറം താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ തലക്കടത്തൂർ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ UDF-ൽ നിന്ന് 4 പേർ, കോൺഗ്രസിൽ നിന്ന് 3 പേരും ലീഗിൽ നിന്നും ഒരാളുമാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. കോൺഗ്രസിന് അനുവദിച്ച സീറ്റിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. യൂനുസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. യൂനുസ്, കോൺഗ്രസ് അനുവദിച്ച ഡിവിഷൻ, അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇതിനെ തുടർന്നാണോ കോൺഗ്രസിന്റെ തന്നെ 3-ഉം ലീഗിന്റെ തന്നെ ഒരാൾ മത്സരിക്കാൻ തീരുമാനിച്ചേ? തീർച്ചയായും മലപ്പുറം താനൂരിൽ ഇപ്പോൾ ഈ UDF-ൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ തലക്കടത്തൂർ ഡിവിഷനിലെ UDF-ന് 4 സ്ഥാനാർത്ഥികളാണ്, UDF നേതാക്കളാണ് ഇപ്പോൾ പത്രിക നൽകിയത്. അതിൽ 3 പേർ കോൺഗ്രസിൽ നിന്നാണ്, ഒരാൾ ലീഗിൽ നിന്നുമാണ്. ഇത് UDF കോൺഗ്രസിന് അനുവദിച്ച സീറ്റാണ്. ഇവിടെ കോൺഗ്രസ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസ് നേതാക്കളായ PT നാസർ, അതോടൊപ്പം സമദ് മുത്താണിക്കാട്, ആലി ഹാജി, അതോടൊപ്പം ലീഗ് നേതാവ് ഷൗക്കത്ത് എന്നിവരാണ് ഈ നോമിനേഷൻ നൽകിയത്. 4 പേരുടെയും നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും കോൺഗ്രസ് ഇതുവരെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായില്ല. പ്രവർത്തകർക്കിടയിൽ, അതോടൊപ്പം UDF നേതാക്കൾക്കിടയിൽ വലിയൊരു അതൃപ്തി ഉണ്ട്. കാരണം ഈ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിക്കാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു, വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തലിലാണ് UDF നേതൃത്വമുള്ളത്. അതോടൊപ്പം പ്രവർത്തകർക്കും വലിയൊരു അമർഷമുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഈ 3-ൽ കോൺഗ്രസിന്റെ 3 സ്ഥാനാർത്ഥികൾ ഒരാളായിരിക്കും സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും മറ്റു 3 പേർ ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഇവർ പത്രിക പിൻവലിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം.